ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന അമ്പിളി ഫാത്തിമ അന്തരിച്ചു. ചെന്നൈയിലെ ആശുപത്രിയിലാണ് അമ്പിളി ഫാത്തിമയുടെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ചത്. ഒരു മാസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം കോട്ടയത്തെ വീട്ടിലെത്തിയ അമ്പിളി ഫാത്തിമയെ അണുബാധയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്നും ടി.പി. പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എപ്പോഴായിരുന്നു അമ്പിളി ഫാത്തിമയുടെ അന്ത്യം? മറ്റു വിവരങ്ങൾ. സോമി 3 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ കാരിത്താസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അമ്പിളി ഫാത്തിമ. രക്തത്തിലും ആന്തരിക അവയവങ്ങളുണ്ടായ ശക്തമായ അണുബാധയാണ് ഇപ്പോൾ മരണകാരണം. 11:30 കൂടിയാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞത്. 10 മാസം മുമ്പ് ചെന്നൈ അപ്പോളോയിലാണ് ഹൃദയവും ശ്വാസകോശങ്ങളും മാറ്റിവെക്കുന്ന അപൂർവം ദുഷ്കരമായ ശസ്ത്രക്രിയ നടന്നത്. 10 മാസത്തെ തുടർ ചികിത്സയ്ക്ക് ശേഷം 1 മാസം മുമ്പാണ് കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയിലെ വീട്ടിലെത്തിയത്. മാസം 1 ലക്ഷത്തിലേറെ രൂപയുടെ മരുന്നുകളും അതുപോലെ തന്നെ 3 ദിവസം കൂടുമ്പോൾ രക്തപരിശോധന തുടങ്ങിയ കർശനമായ പരിശോധനകളായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. ഈ ചികിത്സകളെല്ലാം തുടർന്ന് വരുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല കടുത്ത പ്രവേശിപ്പിച്ചത്. അണുബാധയിൽ ഇന്നലെ എല്ലാ ആളുകളുടെയും തലച്ചോറിന്റെയും പ്രവർത്തനം എല്ലാം തന്നെ നിർത്തുകയായിരുന്നു. ഇതോടെ ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് അമ്പിളി ഫാത്തിമ. എന്തായാലും മറ്റ് സംസ്കാര നടപടികളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തീരുമാനമെടുത്തു വരുന്നതേ ഉള്ളൂ. ടി.പി. പ്രശാന്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.